ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 വോട്ടിംഗ് യുദ്ധവും വോട്ടിംഗ് യുദ്ധം അവസാനിച്ചു. അതോടൊപ്പം തന്നെ സീസൺ 7 അവസാനിക്കാൻ പോവുകയാണ്. നാളെയാണ് ഗ്രാൻഡ് ഫിനാലെ വീക്കിലോട്ടുള്ള ഒരുക്കങ്ങളും പ്രൊമോയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആരായിരിക്കും സീസൺ 7 വിന്നർ ആകുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. എന്തൊക്കെയുള്ള വോട്ടിംഗ് അവസാനിച്ചപ്പോൾ ലഭ്യമാകുന്ന ഫൈനൽ വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും വോട്ടിംഗ് റിസൾട്ടുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. വോട്ടിങ്ങിൽ അവസാനിച്ചപ്പോൾ വമ്പൻ അട്ടിമറികൾ തന്നെയാണ് അവസാന നിമിഷം കാണാൻ സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് തൊപ്പി പോലത്തെ ഒരു മെയിൻ യൂട്യൂബർ തന്നെ അനീഷിന് വേണ്ടി ഇറങ്ങിയത് അനീഷിന്റെ വോട്ടിങ്ങിൽ തന്നെ മാറി മറിഞ്ഞു. അതോടൊപ്പം തന്നെ അനുമോളുടെ കപ്പ് പ്രതീക്ഷകൾ മങ്ങിയോ എന്നൊക്കെ നോക്കുമ്പോൾ ടോപ്പ് 5 5-ാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് നെവിനെ തന്നെയാണ്. നെവിന് അത്യാവശ്യം നല്ല രീതിയിൽ വോട്ടുകളൊക്കെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീസണിലെ മികച്ച ഒരു ഗെയിമർ എന്ന് നമുക്ക് 100% വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണെന്ന് നെവിൻ തെളിയിച്ചു. ഒരു മികച്ച എന്റർടൈനർ കൂടിയായിരുന്നു. എന്തൊക്കെയാണ് ടോപ്പ് 5 എത്തിയത് അർഹിച്ച ആൾ തന്നെയായിരുന്നു. 5-ാം സ്ഥാനത്ത് നെവിൻ നിൽക്കുമ്പോൾ 4-ാം സ്ഥാനത്ത് പിന്നണി ഗായകനായിട്ടുള്ള അക്ബർ എത്തി നിൽക്കുകയായിരുന്നു. അക്ബറും ടോപ്പ് 5 എത്തുന്ന നമ്മൾ പ്രതീക്ഷിച്ച ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു. തുടക്കം മുതൽ അക്ബർ ഗ്യാങ്ങിന് കൂടെയുള്ളവർ കുരുതി പോയെങ്കിലും നേതാവ് സീസൺ 7 കപ്പ് ഉയർത്താൻ വേണ്ടി അവസാന നിമിഷം വരെ പൊരുതി നിന്നു. നിലവിൽ 4-ാം സ്ഥാനത്താണ്. വോട്ടിംഗ് അവസാനിക്കുമ്പോൾ അക്ബറിനെ കാണാൻ സാധിക്കുമ്പോൾ ടോപ്പ് 3-ൽ പ്രേക്ഷകരുടെ സ്വന്തം വില്ലനായിരുന്നെങ്കിലും ഈ ബിഗ് ബോസിലെ ഹീറോ ആയിട്ട് മാറിയ ഷാനവാസിനെയാണ് ടോപ്പ് 3 കണ്ടസ്റ്റന്റ് ആയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 3-ാം സ്ഥാനത്ത് ഷാനവാസ് എത്തി നിൽക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഷാനവാസും ടോപ്പ് 5 എത്താൻ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു. നല്ലൊരു ഗെയിമറും ആയിരുന്നു, നല്ലൊരു എന്റർടൈനർ എല്ലാം ആയിരുന്നു ഷാനവാസ്. അവസാന നിമിഷം വോട്ടിങ്ങിന്റെ അട്ടിമറിയിലൂടെ കാണാൻ സാധിക്കുന്നത് അനുമോൾ 2-ാം സ്ഥാനത്തോട്ട് എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. സീസൺ 7 വിന്നറായിട്ട് മാറുന്ന മണിക്കൂറുകൾക്ക് മുമ്പേ വിധി എഴുതിയതായിരുന്നു അനുമോളുടെ കാര്യം. എന്നാൽ അവസാന മണിക്കൂറുകൾ ഒട്ടിങ്ങൽ അടിമുടി മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അനുമോൾ 2-ാം സ്ഥാനത്തോട്ട് എത്തുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു. അപ്പോൾ 1-ാം സ്ഥാനത്ത് അനീഷേട്ടൻ എത്തിയിരിക്കുകയാണ്. അനീഷേട്ടൻ്റെ വോട്ടിങ് നേരിയ ഡിഫറൻസ് ഉള്ളായിരുന്നു. പക്ഷേ തൊപ്പി പോലത്തെ ഒരു മെയിൻ യൂട്യൂബറിന്റെ ഒരു സ്ട്രീമിംഗ് നടത്തിയത് കൊണ്ട് തന്നെ അനീഷേട്ടന് ലക്ഷക്കണക്കിന് വോട്ടുകളോളമാണ് അവസാന നിമിഷം വാരി എത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും തൊപ്പി എഫക്റ്റ് തന്നെയായിരിക്കും ഒരുപക്ഷെ അനീഷേട്ടന് വോട്ടുകൾ കൂടുതൽ സ്വന്തമാക്കാൻ സാധിക്കുന്നു. കപ്പടിക്കാൻ സാധ്യതകൾ ഏറിയതിൻ്റെ പ്രധാന പങ്ക്. നിലവിലത്തെ വോട്ടിങ്ങുകൾ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ അവസാന നിമിഷം കത്തിക്കേറി അനീഷ് സീസൺ 7 വിന്നറായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തെങ്കിലും അട്ടിമറികൾ നടന്നോ എന്ന് നമുക്ക് നാളത്തെ എപ്പിസോഡിന് ശേഷം, അതായത് ഫിനാലെക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. എന്തൊക്കെയാണ് കാത്തിരിക്കുക. അനീഷ് കപ്പ് കൊണ്ടുപോകുമോ അല്ലെങ്കിൽ അനുമോൾ കപ്പ് കൊണ്ടുപോകുമോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ സീസൺ 7 ടൈറ്റിൽ വിന്നറായിട്ട് മാറണം നിങ്ങൾ ആഗ്രഹിച്ച കണ്ടസ്റ്റന്റ് ആയിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. 1 മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.